ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? കുറേ ദിവസമായിട്ട് നമ്മൾ നോമ്പായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ നോമ്പറക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ നമ്മളവിടെ നോമ്പ് 18-ന് നോമ്പ് തുറ ആയിരുന്നു കേട്ടോ തറവാട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അച്ചാറിൻ്റെ പണികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴാണ് ഞാനിവിടെ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉള്ളി തൊലിക്കലും വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഒക്കെ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട്, നാത്തൂന്മാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ബജികളും പൊരിച്ച കടികളൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ചോറൊക്കെ ദമ്മായിട്ടുണ്ട്. പിന്നെ ഇതാ സമൂസക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തർ അതൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാ മുളക് കൊണ്ടാണ് ബജി ഉണ്ടാക്കുന്നത്. പിന്നെ പൊക്കവട, സമൂസ, ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരാളിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ എല്ലാ സംഭവങ്ങളും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നാത്തൂൻ്റെ മാപ്പിള മരിച്ചിട്ടുള്ള ആണ്ട് ദിവസം കൂടെയാണ്, മാസം 17-ൻ്റെ അന്നായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 18-നാണ് ആക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മൗലൂദ് ഓതാനും ഉസ്താദുമാരും വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേന് നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ. അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുത്താൽ നമുക്ക് മൗലൂദ് ഓതാനും ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവരിതാ സമൂസൻ്റെ ഒക്കെ ചിറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മുളക് ബജിയും പൊക്കവടയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സമൂസയും കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. പിന്നെ ഞാനിവിടെ അകത്ത് വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഓരോരുത്തർ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സമൂസ ചുറ്റുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ എടുത്ത് തിന്നണുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ കളിയാക്കണം കേട്ടോ. അതാണ് അവൾ അങ്ങനെ ഇടയ്ക്കൊന്നിങ്ങനെ നോക്കണത്. അപ്പോൾ അതാ മുളക് ബജിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വലിയ നാത്തൂൻ്റെ രണ്ടാമത്തെ മോളാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കണത്. പൊരിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഞങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യേണ്ട ഇതിന് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ അത് അമ്മ ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ് എടുക്കേണ്ടത്, മുന്തിരി സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ വെള്ളം എടുക്കാനൊക്കെ ഉള്ള ജഗ്ഗുകളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെള്ളപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പാലപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് എല്ലാവരും ഇരുന്നിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നോമ്പായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടണമല്ലോ, അപ്പോൾ എത്തിക്കണമല്ലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ പ്ലേറ്റിലാക്കി റെഡിയാക്കി വെക്കും ചെയ്യണം. അപ്പോൾ എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എത്ര നേരത്തെ നോക്കിയാലും ബാങ്ക് കൊടുക്കുന്ന ടൈം ആകുമ്പോഴത്തേന് നമുക്ക് ആ സമയത്ത് കിടന്നിട്ട് ആകെപ്പാടൊരു തിരക്ക് പിടിച്ചിട്ടുള്ളൊരു കാട്ടിലേക്കാരല്ലോ. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വെള്ളപ്പം റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ എല്ലാ അപ്പങ്ങളും ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഫ്രൂട്ട്സുകളൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാതും പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. പൊരിച്ച കടിയും ഫ്രൂട്ട്സും ഇവരൊക്കെ ചെക്കന്മാരൊക്കെ അതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പുറത്ത് ചെക്കന്മാർ ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് പിന്നെ മൗലൂദ് ഏകദേശം കഴിഞ്ഞത് ഒരു 6:15 ആയപ്പോഴാണ് ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്ത് തന്നെ ഇറങ്ങിയിരുന്നിട്ട് നല്ല നോമ്പൊക്കെ പറഞ്ഞ് നല്ല റാഹത്തായിട്ടോ എല്ലാവർക്കും. അപ്പോൾ നമ്മളെ നോമ്പറക്കുന്ന വിശേഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്ര ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നോമ്പിൻ്റെ വീഡിയോസുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉസ്താദുമാരും ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ളിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അങ്ങനെ നോമ്പ് തുറ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാണ് കേട്ടോ. ബിരിയാണിയും പൊറാട്ടയും പിന്നെ അതേപോലെ നമ്മളെ പാലപ്പം കൂടെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് അതൊക്കെ കഴിച്ച് നല്ല റാഹത്തായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മോൻ്റെയും നാത്തൂൻ്റെ മോൻ്റെയൊക്കെ ഫ്രണ്ട്സുകളാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് പോവുകയാണെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.